ഹലോ, അപ്പോൾ നമുക്കിന്ന് ചെയ്യാനായിട്ടുള്ളത് 1 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് വന്നിട്ട് കസ്റ്റമർ നമുക്ക് റെഫറൻസ് പിക്കും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. നമ്മൾ അതുപോലെയാണ് കേക്ക് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പം നോർമൽ സിമ്പിളായിട്ടൊരു ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഏകദേശം ഒരു ഡെലിവറി ചെയ്യുന്നതിൻ്റെ 2-3 മണിക്കൂർ മുമ്പെയാണ് ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തത് കേട്ടോ. അപ്പം ഈ ഒരു കേക്ക് വന്നിട്ട് എന്താ പറയുക, നമുക്ക് ഗനാഷ് വെച്ചിട്ടുള്ള ഡെക്കറേഷനാണ് ചെയ്യാനായിട്ടുള്ളത്. ക്രം കോട്ടിങ് കഴിഞ്ഞിട്ട് ഞാൻ ഒരു 3 മണി 4 മണി ആകുമ്പോഴാണ് കേക്ക് സെറ്റ് ചെയ്യുക. 3 മണിക്കാണ് കേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി നിന്നത്. അതിൻ്റെ ഇടയിൽ നമ്മുടെ റംസാനും കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പോൾ ഇഫ്താർ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കേക്കിൻ്റെ മേലെ അങ്ങനെ സൈഡിലൊക്കെ നമ്മൾ സ്ക്രാപ്പ് ഡിസൈനിങ് കൊടുത്തു. എന്നിട്ട് മേലെ ഇങ്ങനെ പാലറ്റ് നൈഫ് വെച്ചിട്ട് സിമ്പിളായൊരു ഡിസൈൻ കൊടുത്തിട്ട് അതിൻ്റെ മേലാണ് ഗനാഷ് ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. സൈഡിൽ കൂടെ ചെറിയൊരു ഡ്രിപ്പും പിന്നെ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കുടഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഡിസൈൻ കിട്ടും കേട്ടോ. ഇത് നമ്മളെ ഡിസൈൻ നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ടുള്ള സ്റ്റാൻഡേർഡ് ലുക്കാണ്. പക്ഷേ 4 പുറം ചോക്ലേറ്റ് ആയിട്ടുണ്ടാവും. നമ്മളിങ്ങനെ കുടഞ്ഞു കൊടുക്കല്ലേ സ്പൂൺ വെച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് നെക്സ്റ്റ് വന്നിട്ട് നമ്മളിതാ ഇതുപോലെ ആളെ നെയിം ഇങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞൊരു സ്റ്റിക്കും കൂടി വെച്ച് കൊടുത്ത് കേക്കിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.